ഞാൻ നിങ്ങളെ കാത്തു നിൽക്കായിരുന്നു. കാണാത്തതുകൊണ്ട് വിളിച്ചു നോക്കിയപ്പോ നിങ്ങൾ എടുത്തില്ല. ഞങ്ങളിങ് എത്താറായതോട് എടുക്കാത്തതാ. വന്നിട്ട് നേരിട്ട് പറയാൻ കരുതി. ഞങ്ങള് പോയി ചെയ്യേണ്ടതൊക്കെ ചെയ്തു ചേട്ടത്തി. കാണേണ്ടവരെ കണ്ട് നേരിട്ട് കാര്യം പറഞ്ഞു തിരിച്ചിങ്ങി പോന്നു, അത്ര തന്നെ. എന്നിട്ട് എന്തായിന്ന് വ്യക്തമായിട്ട് പറ. വല്ലതും നടക്കോ ഇവിടെ? നടക്കും. അതിനാ കൈവിട്ട് ഒരു കളി കളിച്ചത്. അത് സാരമില്ല. നമ്മൾ തോൽക്കുമെന്ന് തോന്നിയാൽ എന്ത് തന്ത്രം ഉപയോഗിച്ചും ജയിക്കാനുള്ള ശ്രമം നടത്തണം. യുദ്ധം തുടങ്ങിയാൽ പിന്നെ നമ്മൾ വെച്ചു പുലർത്തുന്ന എത്തിക്സ് ഒക്കെ മറന്നേക്കണം. ഇല്ലെങ്കിൽ എത്തിക്സും മുറുകെ പിടിച്ചോണ്ടിരുന്നാൽ എച്ചിലെടുക്കേണ്ടി വരും. ജയം അതിൽ കുറഞ്ഞതൊന്നും നമ്മുടെ മുന്നിൽ ഉണ്ടാവരുത്. വെരി ഗുഡ്. ലെഫ്റ്റനന്റ് കേണൽ മരിച്ചുപോയെങ്കിലും മിസ്സിസിന് ഇപ്പോഴും വീര്യം വിട്ടു പോയിട്ടില്ല. അതങ്ങനെയാടാ. പട്ടാള ചൂര് ചേച്ചിയെ വിട്ട് ഒരിക്കലും പോവില്ല. നമുക്കറിഞ്ഞൂടെ. അതിന് ഞാൻ അതിർത്തിയിലെ കാര്യം അറിയാനല്ല ഈ കാത്തു നിൽക്കുന്നേ. നിങ്ങൾ പോയ കാര്യം എന്തായി എന്നറിയാനാ. ഞങ്ങളൊരു സർജിക്കൽ അറ്റാക്ക് നടത്തി പ്രൊഫസറെ വിറപ്പിച്ച് നിർത്തിയിട്ടാ ഇങ്ങോട്ട് വന്നത്, അല്ലേ ചേച്ചി? അതെ, കറക്റ്റ്. എന്ന് പറഞ്ഞാൽ എന്താ പ്രൊഫസർ അന്ന കുര്യന്റെ നിലപാട്? അത് പറഞ്ഞില്ലല്ലോ. മർമ്മം നോക്കി ഒരു പിടുത്തം പിടിച്ചപ്പോ ഒന്നൊതുങ്ങിയിട്ടുണ്ട്. പ്രൊഫസർ ആയുധം വെച്ച് കീഴടങ്ങിയ മട്ടില്ല. ആണോ? അപ്പൊ തോൽവി സമ്മതിച്ചോ അവള്? സമ്മതിക്കാതെ എവിടെ പോവാനാ ചേട്ടത്തി? എന്തൊക്കെ പറഞ്ഞാലും ദൈവം നമ്മുടെ കൂടെയല്ലേ. അല്ല, നിങ്ങൾ എങ്ങനെ വീഴ്ത്തി അത് പറഞ്ഞില്ലല്ലോ. ഒരു തറ പരിപാടി കാണിക്കേണ്ടി വന്നു. മാന്യമായി സമീപിച്ചാൽ അന്ന കുര്യൻ നമ്മുടെ ആവശ്യത്തിന് വഴങ്ങില്ലെന്ന് മനസ്സിലായി. അപ്പൊ പിന്നെ ചങ്കിന് പിടിക്കാതെ വേറെന്ത് ചെയ്യുമെന്ന് പറ. സൂപ്പർ ചേച്ചി. ചേച്ചിയുടെ സംസാരം ഇപ്പൊ ഒരു ഗുണ്ടാ ലെവലായി. ഈ ജാതി ഡയലോഗൊക്കെ ഞാൻ പറയുന്നിട്ട് പഠിച്ചതാ ചേട്ടത്തി. നല്ല അനിയൻ. ഇവനാണ് എല്ലാം നടപ്പിലാക്കിയത്. ഞാൻ വെറും ഡമ്മിയാ. അപ്പൊ നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ ഉടനെ നടക്കും. നടക്കും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, പ്രൊഫസർ അന്ന കുര്യൻ ഇനിമേൽ വിസ്മയുടെ വാക്കാലത്ത് എടുക്കില്ല. അതോടെ വിസ്മയെ പേടിക്കാൻ തുടങ്ങും. കാശ് തിരിച്ചു തന്ന് നമ്മുടെ കരാറിൽ നിന്നും പിന്മാറാനുള്ള സാഹചര്യത്തിലല്ല അവളിപ്പോ. എന്നെ തേടി അവളിവിടെ വരുമെന്ന് ഉറപ്പാ. കൂടിയ 1-2 ദിവസം. അല്ലെങ്കിൽ അവളെ തേടി നമ്മളങ്ങിറങ്ങും. അല്ലേ ശിവ? നീ എന്ത് പറയുന്നു? ഞാൻ റെഡി. കെണി വെച്ചതും പിടിച്ചതും ചെറിയൊരു മുയലിനെ. ഇനിയിപ്പോ മാനായിക്കോട്ടെ. വേട്ടയ്ക്ക് ഞാൻ റെഡി. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.